ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ കുർത്തി ഇടുമ്പോൾ വരുന്ന പ്രശ്നമാണ് ഷേപ്പ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ആ ഷേപ്പ് എങ്ങനെയാണ് വരുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സ്റ്റിച്ച് ചെയ്ത കുർത്തി ആയാലും സ്റ്റിച്ച് ചെയ്യാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന കുർത്തി ആയാലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് കുർത്തിയുടെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ കുർത്തീനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡത്തെയും സ്റ്റിച്ചിൻ്റെ അളവ് കണക്കാക്കിയിട്ട് സെൻറ്റർ ഭാഗം നമുക്ക് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ നിങ്ങൾ എങ്ങനെ ചെയ്താലും ഇതേപോലെ സെൻറ്റർ ഭാഗം കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ അവിടെ നിന്ന് ആ സ്ലിറ്റിൻ്റെ അതുവരെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ച ശേഷം ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, അതായത് വേസ്റ്റ് ഹിപ്പിൻ്റെ അവിടെ ഷേപ്പ് വരുന്ന അവിടെ വരെയുള്ള ഇറക്കം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതെടുക്കുക കേട്ടോ. ചിലവർ 13, 13.5, 14, 14.5 അതായത് ഹൈറ്റിനനുസരിച്ചിട്ടാണ് ഈ വേസ്റ്റ് ലെങ്ത് വരിക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ഇതിവിടെ മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, കുർത്തിയുടെ സെൻറ്റർ ഭാഗത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ആ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ മാർക്ക് ചെയ്ത ആ സെൻറ്റർ ഭാഗത്തു നിന്നും വേസ്റ്റ് ലൈൻ എടുത്തുമല്ലോ, അവിടേക്ക് 4 ഇഞ്ച് ഇപ്പുറത്തും 4 ഇഞ്ച് അപ്പുറത്തുമായിട്ട് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതായത് സെൻറ്റർ ലൈനിൽ നിന്നും അപ്പുറത്തും ഇപ്പുറത്തും 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഒരു 30ൻ്റെ താഴെയുള്ള അളവൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ബ്രസ്റ്റിൻ്റെ സൈസ് 30 താഴെയുള്ളവരാണെന്നുണ്ടെങ്കിൽ 3, 3.5 എടുത്താൽ മതി. ഇത് 34, 36 ഉള്ളവർക്കൊക്കെ ഈ 4 ഇഞ്ച് എടുത്താൽ കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡ് 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇതേ 4 ഇഞ്ച് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ഈ 4 ഇഞ്ചിൽ നിന്നും മുകളിലേക്ക് 4 ഇഞ്ച് താഴേക്ക് 4 ഇഞ്ച് അതേപോലെ രണ്ട് സൈഡ് മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് ഈ 3 ഡോട്ടും ഒരു ലൈനാക്കി വരച്ചെടുക്കുക കേട്ടോ. ഇപ്പുറത്ത് നമ്മൾ വരച്ചെടുക്കുന്ന പോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതും ഒരു ലൈനാക്കി വരച്ചെടുക്കുക. എന്നിട്ട് ഇപ്പം നമ്മൾ ആദ്യം മാർക്ക് ചെയ്തല്ലോ, വേസ്റ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഇപ്പം നമ്മൾ വരച്ച ലൈനിൻ്റെ അപ്പുറത്ത് ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്ത് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ മറ്റേ സൈഡും ആ ലൈനിൻ്റെ അപ്പുറത്ത് ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്ത് ഒരു 1/2 ഇഞ്ച് 1/2 ഇഞ്ചെങ്കിൽ 1/2 ഇഞ്ച് 1/4 ഇഞ്ചെങ്കിൽ 1/4 ഇഞ്ച് അതിൽ കൂടരുത്. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഡോട്ട് ഉണ്ടല്ലോ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ഡോട്ടിൽ നിന്നും ഇപ്പം നമ്മൾ 1/2 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്തല്ലോ, ആ ഡോട്ടിലേക്ക് ഇതേപോലെ ഒരു ലൈന് വരയ്ക്കുക. അതായത് നമ്മൾ ടക്കിനൊക്കെ വരയ്ക്കുമല്ലോ, അതേമാതിരി ചെരിച്ച് വരയ്ക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ വരച്ച് നിർത്തി അവിടെ നിന്നും നേരത്തെ താഴെ മാർക്ക് ചെയ്ത 4 ഇഞ്ചിലേക്ക് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ സൈഡ് ചെയ്ത അതേ രീതിക്ക് തന്നെ മറ്റേ സൈഡും ചെയ്തെടുക്കുക കേട്ടോ. അതായത് നമുക്ക് ബ്ലൗസിൽ ടക്ക് പിടിക്കുന്ന ഒരു രീതിക്ക് വരും കേട്ടോ അത്. അപ്പം നമ്മൾ അപ്പുറത്തെ സൈഡും ഇതേപോലെ ചെയ്തെടുക്കുക. നല്ല വയറൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ മാത്രം ഇതേപോലെ പിടിച്ചാൽ മതി കേട്ടോ. ഫ്രണ്ടിൽ പിടിക്കണ്ട. ഫ്രണ്ടിൽ പിടിക്കുമ്പോൾ ഒരു ബോറായിട്ടുണ്ടാവും. നമ്മൾ ബാക്കിൽ മാത്രം പിടിക്കുമ്പോൾ തന്നെ ഈ സൈഡ് ഷേപ്പ് കിട്ടുമ്പോൾ അതായത് ഫ്രണ്ട് ലൂസായിട്ടും ബാക്ക് സൈഡ് ഇങ്ങനെ പിടുത്തവും വരുമ്പോൾ വയറുള്ളത് അത്രയ്ക്ക് അറിയില്ല. വയറില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ടക്ക് പിടിച്ചാൽ നല്ല ഷേപ്പ് കിട്ടും. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കൂടി നോക്കാം കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ മുകളിലത്തെ ഡോട്ടും താഴത്തെ ഡോട്ടും ഇതേപോലെ പിടിച്ചിട്ട് ആദ്യം തുടങ്ങുമ്പോൾ ഒരു കെട്ടിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് കെട്ടിട്ടിട്ട് ലൈനിങ് ചുരിദാറാണെന്നുണ്ടെങ്കിൽ ലൈനിങ് വഴുതി പോവാതെ രണ്ട് മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഒപ്പം വരാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു കെട്ടിട്ട് തുടങ്ങി നൈസായിട്ട് നമ്മളിപ്പോൾ വരച്ച ലൈനിൽ കൂടെ തന്നെ നൈസായിട്ട് വന്നിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതല്ലോ, അവിടെ മാത്രം 1/2 ഇഞ്ച് അതായത് നമ്മൾ വരച്ച ലൈനിലൂടെ തന്നെ ഇതേപോലെ അടിക്കുക. പിന്നെ അതേപോലെ തന്നെ താഴത്തെ ഡോട്ട് ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ നേരത്തെ നമ്മൾ കെട്ടിട്ട് നിർത്തിയ പോലെ തന്നെ ആ താഴെയും ആ പോയിന്റിൽ വന്നിട്ട് കെട്ടിട്ട് നിർത്തുക. അപ്പോൾ ഇതേപോലെ നമ്മളൊരു 1/2 ഇഞ്ചൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പ് കിട്ടും കേട്ടോ. അപ്പം രണ്ട് സൈഡ് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കുർത്തീസ് ഇടാൻ പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.